നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു തെന്നാലി രാമൻ കഥയാണ്. ഒരിക്കൽ വിദേശിയായ ഒരു ചാരൻ വേഷം മാറി വിജയനഗരത്തിലെത്തിയിരിക്കുന്നു. കൃഷ്ണദേവരായർ വധിക്കണം. അതാണ് ചാരൻ്റെ ഗൂഢമായ ഉദ്ദേശം. ബിജാപ്പൂർ സുൽത്താൻ്റെ ചാരനാണ് വന്നിരിക്കുന്ന ആൾ. ബിജാപ്പൂർ ഉൾപ്പെടെ മറ്റനേകം രാജ്യങ്ങൾ ആക്രമിച്ച് പിടിച്ചടക്കണം. അപ്രകാരം ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് കൃഷ്ണദേവരായർ. ചക്രവർത്തിയുടെ ഈ തീരുമാനമാണ് ബിജാപ്പൂർ സുൽത്താനെ ഭയപ്പെടുത്തിയത്. അതുകൊണ്ടാണ് അദ്ദേഹം ചാരനെ അയച്ചത്. ബിജാപ്പൂർ സുൽത്താന് ഈ തൻ്റെ രാജ്യം ആക്രമിക്കുമെന്നുള്ള കാര്യം തീർച്ചയായിരുന്നു. കൃഷ്ണദേവരായരെ വധിച്ചാൽ ആക്രമണം ഉണ്ടാവുകയില്ല. ആ വധം നടത്താൻ ബിജാപ്പൂർ സുൽത്താൻ ചാരനെ നിയോഗിച്ചു. സുൽത്താൻ്റെ മതക്കാരനായിരുന്ന രാജാ സാഹിബ് എന്നു പേരുള്ള ചാരൻ അനേകം അന്യനാടുകളിൽ സഞ്ചരിക്കുക, അവിടുത്തെ ആളുകളുമായി ഇടപഴകുക, അനേകം ഭാഷകൾ സംസാരിക്കാനുള്ള കഴിവ് സമ്പാദിക്കുക, അതൊക്കെയാണ് രാജാ സാഹിബ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രാഹ്മണൻ്റെ വേഷം ധരിച്ചാണ്. ബ്രാഹ്മണനെ പോലെ സംസാരിക്കാൻ അദ്ദേഹം ഒട്ടും ബുദ്ധിമുട്ടില്ല. ആ വേഷത്തിൽ തന്നെയാണ് വിജയനഗരത്തിൽ വന്നതും അയാളോട് ഒരു പ്രാവശ്യം സംസാരിച്ചതേ ഉള്ളൂ. കൃഷ്ണദേവരായർക്ക് ഈ ബ്രാഹ്മണനോട് അതിയായ ആദരവുണ്ടായി. എത്ര ഭംഗിയായിട്ടാണ് അയാൾ സംസ്കൃതത്തിൽ സംസാരിക്കുന്നത്. വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും എത്ര ഭാഗങ്ങളാണ് ഉദ്ധരിക്കുന്നത്. പേര് രാജയ്യർ എന്നാണ് അയാൾ രാജാവിനോട് പറഞ്ഞത്. മഹാപണ്ഡിതനാണ് രാജയ്യർ എന്ന് ചക്രവർത്തിക്ക് തോന്നി. അദ്ദേഹം അയാൾക്ക് സർവ്വ സ്വാതന്ത്ര്യവും നൽകി. എന്തായിരുന്നു അതിൻ്റെ ഫലം? ചാരന് ഏതു സമയത്തും കൊട്ടാരത്തിൽ ചെല്ലാം, ഏത് മുറിയിലും പ്രവേശിക്കാം. രാജയ്യനെ രാജാ സാഹിബിന് നല്ല തരമായില്ലേ? ഇനി വേണം തൻ്റെ പരമമായ ഉദ്ദേശം സാധിക്കാൻ. അതായത് കൃഷ്ണദേവരായരെ വധിക്കണം. പക്ഷേ എളുപ്പത്തിലൊന്നും അത് സാധിക്കുകയില്ല. അക്കാര്യം രാജാ സാഹിബിനറിയാം. കൊട്ടാരത്തിൽ നല്ലപോലെ കരുതലുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പലയിടങ്ങളിലും കാവൽ ഭടന്മാർ നിൽക്കുന്നു. ചക്രവർത്തിയോടുകൂടി സദാ ആളുകളുണ്ടായിരിക്കും. ചക്രവർത്തി നിരായുധനായിരിക്കുന്ന സമയം, അദ്ദേഹത്തിൻ്റെ സമീപം ആരുമില്ലാതിരിക്കുന്ന സമയം, അതിനായി കാത്തു തുടങ്ങി ആ ചാരൻ. എന്തുകൊണ്ട് എന്നറിഞ്ഞില്ല. തെനാലി രാമൻ ആകെ ഒരു പന്തികേട് അനുഭവപ്പെട്ടു. കണ്ട നാൾ മുതൽക്ക് അയാൾക്ക് രാജയ്യനെ അത്ര പിടിച്ചില്ല. തൻ്റെ മനസ്സിലിരിക്കുന്ന അയാൾ ചക്രവർത്തിയെ അറിയിക്കുകയും ചെയ്തു. തിരുമേനി, രാജയ്യൻ വാസ്തവത്തിൽ ഒരു ചാരനാണ്. അതാണ് എൻ്റെ വിശ്വാസം. രാമ, ആ തോന്നൽ വെറും വിഡിത്തമാണ്. അയാൾ ചാരനുമല്ല, ഒന്നുമല്ല. ആഢ്യ ബ്രാഹ്മണനാണ്, മഹാപണ്ഡിതനും. അദ്ദേഹം എത്ര ഭംഗിയായി സംസ്കൃതം സംസാരിക്കുന്നു. ഇല്ലെന്നു പറയുന്നില്ല, പക്ഷേ ഉച്ചാരണത്തിൽ നിന്ന് ഒന്ന് സംശയിക്കാനുള്ള വക കിട്ടും. അയാൾ ഈ നാട്ടുകാരനല്ല എന്ന് അത് ശരിയാണ്. പക്ഷെ അതുകൊണ്ട് അയാൾ ചാരനായിരിക്കണമെന്നുണ്ടോ? എന്തോ എനിക്ക് ബലമായ സംശയമുണ്ട്. തെനാലി രാമൻ പറഞ്ഞു. രാമ, നിങ്ങളുടെ സംശയം അസ്ഥാനത്താണ്. ഞാൻ തെളിയിച്ചു തരട്ടെയോ? ചെയ്തുകൊള്ളൂ. രാജാവും രാമനും തമ്മിൽ സംഭാഷണം അങ്ങനെ നീണ്ടുപോവുകയാണ്. പക്ഷെ നാം തമ്മിൽ ഒരു കരാർ ചെയ്യണം. എന്തു കരാർ? തിരുമേനി, ഞാനൊരു പരീക്ഷണം നടത്തും. അതിനെനിക്ക് സകല സ്വാതന്ത്ര്യവും വേണം. സകല സ്വാതന്ത്ര്യവും തരണം. പരീക്ഷ അവസാന നിമിഷം വരെ മറ്റാരും അറിയാനും പാടില്ല. പരീക്ഷണത്തിന് ഞാനും നിങ്ങളോടൊന്നിച്ചുണ്ടാവും. എന്താ, സമ്മതമാണോ? അതേ തിരുമേനി. അന്ന് രാത്രി തന്നെ പരീക്ഷണം നടന്നു. ഈയിടെയായി രാജയ്യർ കൊട്ടാരത്തിൽ തന്നെയാണ് രാത്രിയിൽ ഉറങ്ങുന്നത്. അതിനായി നല്ലൊരു മുറി ചക്രവർത്തി അയാൾ കൊടുത്തിട്ടുണ്ട്. രാമൻ ഒരു കുടം തയ്യാറാക്കി വച്ചിരുന്നു. കുടത്തിനകത്ത് തണുത്ത വെള്ളവുമുണ്ട്. വെള്ളത്തിന് വളരെ കൊച്ചു തവളകളെയും പിടിച്ചിട്ടു. രാമൻ ചക്രവർത്തിയെ കൂട്ടിക്കൊണ്ടുവന്നു. കുടം കയ്യിലെടുത്തു. രാജയ്യരുടെ മുറിയിലേക്ക് ചെന്നു. ഇരുവരും യാതൊരു ഒച്ചയും പുറപ്പെടുവിച്ചില്ല. രാമൻ രാജയ്യരുടെ തലയ്ക്കൽ ചെന്നു നിന്നു.
പെട്ടെന്ന് കുടത്തിലെ വെള്ളം അയാളുടെ മുഖത്തൊഴിച്ചു. വെള്ളത്തോടുകൂടി കൊച്ചു തവളകളും അയാളുടെ പുറത്തു വീണു. അയാൾ ഉണർന്നു. എന്തോ വാക്കുകൾ ഉച്ചരിച്ചു. ആ വാക്കുകൾ മറ്റേതോ ഭാഷയിലുള്ളവയായിരുന്നു. അയാളുടെ മാതൃഭാഷ എന്നു സ്പഷ്ടം. വിജയനഗരത്തിലെ ഭാഷ അല്ലതാനും. മറ്റൊന്നും കൂടി അയാൾ ചെയ്യുകയുണ്ടായി. ഒളിച്ചു വച്ചിരുന്ന വാളെടുത്ത് പരിഭ്രമത്തോടെ രാമനെ വെട്ടി. രാമൻ ദൂരെ മാറിക്കഴിഞ്ഞിരുന്നു. അക്കാരണത്താൽ രാമന് വെട്ടേറ്റില്ല. ചക്രവർത്തിക്ക് മനസ്സിലായി രാജയ്യൻ ചാരൻ തന്നെയെന്ന്. ഒരൊറ്റ വെട്ടിന് ചക്രവർത്തി ചാരൻ്റെ കഥ കഴിച്ചു. രാമന് വലിയൊരു സമ്മാനം നൽകുകയും ചെയ്തു. അതൊരു വലിയ തുകയാണ് സമ്മാനമായി കിട്ടിയത്. ബിജാപ്പൂരിൽ നിന്ന് വന്ന ചാരൻ കൊല്ലപ്പെട്ടു, ശരിയാണ്. എങ്കിലും ബിജാപ്പൂരിൽ നിന്ന് പിന്നെയും ഒരു അപായമുണ്ടായി. അത് മറ്റൊരു രീതിയിലാണ്. അത് സുൽത്താൻ്റെ ആളുകൾ ഒരാളെ സമീപിച്ചു. ആൾ നഗരത്തിലെ കൊട്ടാരം ജ്യോത്സ്യനാണ്. വമ്പിച്ചൊരു തുക ജ്യോത്സ്യന് കൈക്കൂലി കൊടുക്കാം. അതായിരുന്നു രഹസ്യമായ കരാർ. രാജദ്രോഹിയായിരുന്നു കൊട്ടാരം ജ്യോത്സ്യൻ. എന്തായിരുന്നു ജ്യോത്സ്യന് ശത്രുക്കളുടെ നിർദ്ദേശം? ചക്രവർത്തിയോട് ഭാവി ഫലം എന്ന രീതിയിൽ ഒന്നു പറയണം. 1 വർഷം തികയുന്നതിന് മുമ്പ് ആക്രമണത്തിൽ ഇറങ്ങരുതെന്ന്. ആക്രമിച്ചാൽ ഫലം മൃത്യു ആയിരിക്കുമെന്ന്. ജ്യോത്സ്യൻ കൈക്കൂലി കൈപ്പറ്റിയിട്ട് തൻ്റെ ദ്രോഹകൃത്യം നിർവഹിച്ചു. തിരുമനസ്സേ, ഗ്രഹനില വളരെ മോശമാണ്. അവിടുന്ന് രാജ്യം വിട്ടിറങ്ങരുത്. അടിയൻ പറയുന്നത് ക്ഷമിക്കണം. ആക്രമിച്ചാൽ മരണം സംഭവിക്കും. ആ ഫലം അടിയൻ തെളിഞ്ഞു കാണുന്നു, ജ്യോത്സ്യൻ പറഞ്ഞു. ചക്രവർത്തി കൂട്ടാക്കിയില്ല. തൻ്റെ വിശ്വാസം അങ്ങനെയല്ല. ഞാൻ മരിക്കുകയില്ല, ജയിക്കുകയും ചെയ്യും. ഞാൻ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു. നിശ്ചയിച്ച ദിവസം ആക്രമണം നടക്കും. അദ്ദേഹം ഒട്ടും ചാഞ്ചല്യം കൂടാതെ പറഞ്ഞു. എങ്കിലും മറ്റുള്ളവർക്ക് ജ്യോത്സ്യനെ വിശ്വാസമായിരുന്നു. സേനാനായകന്മാർ, മന്ത്രിമാർ, രാജ്ഞിമാർ എല്ലാവരും ചക്രവർത്തിയെ വിലക്കി. ഗ്രഹങ്ങളെ ധിഖരിക്കുന്നത് ശരിയല്ല. അതായിരുന്നു അവരുടെ ആഗ്രഹം. ചക്രവർത്തിക്ക് നല്ല ആത്മവിശ്വാസമാണ്. എങ്കിലും എല്ലാവരുടെ അഭിപ്രായം അനാദരിച്ചു എന്ന് വന്നുകൂടാ. ജ്യോത്സ്യൻ പറഞ്ഞ ഭാവി ഫലം തെറ്റാണെന്ന് തെളിയിക്കണം. അതായി അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അദ്ദേഹം തെനാലിരാമനെ ആളയച്ചു വരുത്തി. രാമ, ജ്യോത്സ്യൻ്റെ പ്രവചനം ശരിയല്ലെന്ന് കാണിക്കണം. അതിനാർക്കെങ്കിലും സാധിച്ചാലോ ഞാൻ അയാൾക്ക് വമ്പിച്ചൊരു തുക സമ്മാനിക്കാം. വല്ലവരെയും കണ്ടുപിടിക്കാമോ? വല്ലവിധനെയും കണ്ടുപിടിക്കാതെ ചോദിച്ചു. തിരുമേനി, അതിന് ഞാൻ മതിയാകും. പക്ഷെ ഒരു കാര്യം, ജ്യോത്സ്യൻ പറഞ്ഞത് തെറ്റെന്ന് ഞാൻ തെളിയിച്ചു എന്നിരിക്കട്ടെ. ചിലപ്പോൾ ഞാൻ അയാൾക്ക് നല്ല ശിക്ഷയും നൽകിയെന്ന് വരും. അവിടുന്ന് അതിനെന്നോട് കോപിക്കരുത്, രാമൻ പറഞ്ഞു. ചക്രവർത്തിക്ക് സമ്മതമായി. അടുത്ത ദിവസം തന്നെ പരീക്ഷണം നടന്നു. ചക്രവർത്തി ജ്യോത്സ്യനെ കൊട്ടാരത്തിലേക്ക് വരുത്തി. രാമനും ജ്യോത്സ്യനും തമ്മിൽ സംഭാഷണം നടന്നു. ജ്യോത്സ്യരെ, എനിക്കൊന്നറിയാൻ അതിയായ ആഗ്രഹമുണ്ട്. നിങ്ങൾ സാധാരണയായി ഭാവി ഫലങ്ങൾ പറയാറുണ്ടല്ലോ. അവയെല്ലാം ഫലിക്കാറുമുണ്ടല്ലേ? തീർച്ചയായും ഫലിക്കാറുണ്ട്. അതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. ഒരുപക്ഷെ നിങ്ങളുടെ പ്രവചനം തെറ്റിയെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? രാമ, എൻ്റെ പ്രവചനം തെറ്റെന്ന് ഒരാൾ തെളിയിച്ചാലോ? അയാൾക്ക് ഞാൻ എൻ്റെ ജീവൻ കൊടുക്കാം. എന്താ, അതുപോലെ? മതി, ആട്ടെ. ജ്യോത്സ്യർക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? തെനാലിരാമൻ ചോദിച്ചു. എനിക്ക് 42 വയസ്സായി. ജ്യോത്സ്യർക്ക് ജ്യോത്സ്യരുടെ ഭാവി ഫലം പറയാനൊക്കുമോ? തീർച്ചയായും പറയാം. എപ്പോഴായിരിക്കും ജ്യോത്സ്യരുടെ മരണം? എനിക്ക് 77 വയസ്സുവരെ ആയുസ്സുണ്ട്. അതു ഞാൻ നേരത്തെ ഗണിച്ചറിഞ്ഞിരിക്കുന്നു. അതായത് ജ്യോത്സ്യൻ ഇനി എത്ര വർഷം കൂടി ജീവിച്ചിരിക്കും? ഇനി 35 വർഷം കൂടി കഴിഞ്ഞേ ഞാൻ മരിക്കുകയുള്ളൂ. ഇതിനിടയ്ക്ക് ജ്യോത്സ്യൻ മരിക്കുകയില്ലെന്ന് അത്ര തീർച്ചയുണ്ട് അല്ലേ? അതെ. പിന്നീട് എല്ലാം കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പേ നടന്നു. രാമൻ ഉറയിൽ നിന്ന് വാൾ വലിച്ചൂരി ഒന്നു വെട്ടി. ജ്യോത്സ്യരുടെ ശിരസ് ശരീരത്തിൽ നിന്ന് വേറെയായി. രാമൻ ചക്രവർത്തിയുടെ നേർക്ക് തിരിഞ്ഞു. തിരുമേനി, ഇയാളുടെ ജ്യോത്സ്യം തെറ്റാണെന്ന് ഞാനിതാ തെളിയിച്ചിരിക്കുന്നു. തെനാലിരാമൻ തിരുമേനിയോട് പറഞ്ഞു. ശരിയല്ലേ? ചക്രവർത്തിക്ക് സമ്മതിക്കാതെ തരമില്ലാതായി. ജ്യോത്സ്യന് രാമൻ ശിക്ഷ കൊടുത്താൽ താൻ രാമൻ്റെ മേൽ കുറ്റം ചുമത്തുകയില്ല എന്ന കാര്യം അദ്ദേഹം നേരത്തെ തന്നെ കരാർ ചെയ്തിരുന്നതാണ്. ചക്രവർത്തിക്കും രാമനും ഒരു ഊഹമുണ്ടായി. ഒരുപക്ഷെ ജ്യോത്സ്യരുടെ ശത്രുക്കളുമായി ഇടപാടുകൾ നടത്തിയിരിക്കാം.
ചക്രവർത്തി ഭടന്മാർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി. ഭടന്മാർ ജ്യോത്സ്യൻ്റെ ഗൃഹത്തിൽ ചെന്ന് പരിശോധന നടത്തി. അവിടുന്ന് ചിലതെല്ലാം കണ്ടുകിട്ടി. ജ്യോത്സ്യനും ശത്രുക്കളും തമ്മിലുള്ള കത്തിടപാടുകൾ. അപ്പോൾ അയാളെ കൈക്കൂലി വാങ്ങി രാജ്യദ്രോഹം ചെയ്തു അല്ലേ? അയാൾക്ക് നല്ല ശിക്ഷ കിട്ടി. വാസ്തവം വെളിച്ചത്ത് വരാൻ എന്തായിരുന്നു കാരണം? രാമൻ്റെ രാജ്യസ്നേഹവും ബുദ്ധിസാമർഥ്യവും. ചക്രവർത്തി രാമന് വലിയൊരു കിഴി സമ്മാനിച്ചു. കിഴി നിറയെ സ്വർണ്ണ നാണയങ്ങൾ. പിന്നെ ഒട്ടും താമസിയാതെ കൃഷ്ണദേവരായർ പട നീക്കി. വിജയനഗര സൈന്യം ആർത്തിരമ്പി അന്യരാജ്യങ്ങളിൽ കടന്നുകയറി പല രാജ്യങ്ങളും പിടിച്ചടക്കി വിജയനഗരത്തെ എല്ലായ്പ്പോഴും അനുഗ്രഹിച്ചു. ചക്രവർത്തി രാജധാനിയിൽ തിരിച്ചെത്തി. എൻ്റെ വിജയത്തിന് പ്രധാന കാരണക്കാരൻ തെനാലി രാമനാണ്, അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ രാമന് കിട്ടിയതോ മുൻപ് കിട്ടിയതിനേക്കാൾ വലിയ പണക്കിഴിയും. ഇത് തെനാലി രാമനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.